ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ രാവിലത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് കിട്ടിയ ക്വസ്റ്റ്യൻസ് ആണ് ഷെയർ ചെയ്തത്. തിരുവനന്തപുരത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം, അതുപോലെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായിട്ട് ഇൻ്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് നോക്കാം. അപ്പോൾ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടാണ് കൂടുതലും ചോദിച്ചത്. അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ജനറൽ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിസിക്സ് എന്ന കോൺസെപ്റ്റിൽ നിന്നും ചോദിച്ചത് മാഗ്നറ്റിസം എന്ന ടോപ്പിക്ക് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം, ക്ലാസ് റൂമിൽ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം. അതുപോലെ റോളിംഗ്, നമ്മുടെ മോഷൻ ഉണ്ടല്ലോ, റോളിംഗ് മോഷൻ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണ്, അതുപോലെ ശാസ്ത്ര പഠനം എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്, പിന്നെ അതുപോലെ തന്നെ റിഫ്ലക്ഷൻ എന്താണ്, അതുപോലെ റിഫ്ലക്ഷനിൽ നമ്മുടെ പതന കോണും പ്രതിപതന കോണും ഒക്കെ ഉണ്ടല്ലോ, അത് തുല്യമാണ് എന്നുള്ള ആശയം എങ്ങനെ കുട്ടികളിലേക്ക് എത്തിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ റൈമണ്ട് കാറ്റിലിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ടല്ലോ, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്, ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ. പിന്നെ അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് ഇന്ന സബ്ജക്റ്റ് എങ്ങനെ പഠിപ്പിക്കാം. അതുപോലെ നമ്മുടെ ആൽബർട്ട് ബന്ദൂരയുടെ സോഷ്യൽ ലേണിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ജനറലായിട്ട് കുറച്ച് പേരോട് നമ്മുടെ പഠനോത്സവം എന്താണ്, സ്കൂളുകളിൽ പഠനോത്സവം സംഘടിപ്പിക്കാറില്ലേ, അതെന്തിനാണ് സംഘടിപ്പിക്കുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. അതുപോലെ നമ്മൾ സ്കൂളുകളിൽ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, അതിൽ ഓരോ ഡേയ്സ് നമ്മൾ എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു പ്രത്യേക ഡേ പറഞ്ഞിട്ട് അതിൻ്റെ എന്ത് പ്രവർത്തനമായിരിക്കും സ്കൂളിൽ കൊടുക്കുന്നത്. ആസ് എ കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് ആ ഒരു ഡേ എങ്ങനെയായിരിക്കും ടീച്ചർ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ്, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടല്ലോ, ആ സിന്ദൂറിൽ പങ്കെടുത്ത നമ്മുടെ 2 വനിതകൾ ഉണ്ടായിരുന്നില്ലേ, സോഫിയ ഖുറൈഷിയും അതുപോലെ വ്യോമിക സിംഗും ഒക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ഏതൊക്കെയാണ്, നമ്മൾ ഹോട്ടും ലോട്ടും പഠിക്കുന്നില്ലേ, അതിൽ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ഏതൊക്കെയാണ്, ലോവർ ഓർഡർ ഏതൊക്കെയാണെന്നൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ കറൻസി എന്ന ആശയം എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം. പിന്നെ അതുപോലെ എക്കണോമിക്സ് എടുത്തവരോട് ഡീപ്പായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ബ്രട്ടൺ വുഡ് സമ്പ്രദായം എന്താണ്, നമ്മുടെ ലോകബാങ്കും IMF ഒക്കെ വന്ന കഥകളാണ് അതിന് പിന്നിൽ പറയുന്നത്, ആ ഒരു കാര്യം. അതുപോലെ കറൻസി, ഒരു നോട്ടിൻ്റെ വലിപ്പമൊക്കെ ചോദിച്ചതായിട്ടൊക്കെ അറിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ സബ്ജക്റ്റ് എന്താണോ അതൊന്ന് നോക്കി പോവുക. പിന്നെ മലയാളം എടുത്തവരോട് ജ്ഞാനപീഠത്തെ പറ്റി ചോദിച്ചു, എത്ര പേർക്ക് ഇതുവരെ ജ്ഞാനപീഠം ലഭിച്ചു, എത്ര മലയാളികൾക്ക് ലഭിച്ചു, അതിൽ ആദ്യം ലഭിച്ചത് ആരാണ്, ലേറ്റസ്റ്റ് ആയിട്ട് ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാണെന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ കഥാപാത്രം, കൃതി, നമ്മൾ എക്സാമിന് പഠിച്ചിട്ടില്ലേ, അതുപോലെ കഥാപാത്രങ്ങൾ പറഞ്ഞിട്ട് അത് ഏത് കൃതിയിലേതാണ്, അതിലെ കഥാകാരൻ ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പിന്നെ ദിശ എന്ന കോൺസെപ്റ്റ് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം, നിഴലിനെ ആസ്പദമാക്കിയിട്ട് സമയം എങ്ങനെ പഠിപ്പിക്കാം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോർണർ PTA എന്താണ്, ക്ലാസ് PTA എന്താണ്, മദർ PTAയിൽ എന്താണ്, മെയിൽസ് ഇൻക്ലൂഡഡ് ആണോ. അപ്പോൾ നോർമലി മദർ PTAയിൽ എന്താണ്, പുരുഷന്മാരൊന്നും തന്നെ ഇല്ല, കുഞ്ഞുങ്ങളുടെ അമ്മമാരാണല്ലേ അതിലുള്ളത്, ആ പേര് തന്നെ അങ്ങനെയാണ്. പിന്നെ പോളിമർ കെമിസ്ട്രി റിലേറ്റഡ്, പോളിമർ എന്താണ്, മോണോമർ എന്താണ്, ആ ഒരു ആശയം കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു. പിന്നെ ഫോട്ടോസിന്തസിസ് എന്താണ്, ഫോട്ടോസിന്തസിസ് എന്ന ആശയം കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം, ഇതൊക്കെ ഒരു ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചറിനോട് ചോദിച്ചതാണ്. അതുപോലെ കാർണിവോറസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചതായിട്ട് അറിഞ്ഞു. അപ്പോൾ കൂടുതലും നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ നമ്മൾ എക്സ്പേർട്ട് ആയിരിക്കുന്നത് ആ ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഇനി പിന്നെ മാത്സ് റിലേറ്റഡ് ആയിട്ട് മാത്സുകാരോട് ചോദിച്ചു, ഹോബി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇത് മറ്റ് ജില്ലകളാണ് കേട്ടോ, തിരുവനന്തപുരം അല്ല, മറ്റ് ജില്ലകളാണ്. ഹോബി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതുപോലെ സയൻസ് എക്സിബിഷൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട്സ് എ കമ്പ്യൂട്ടർ അല്ലേ, ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ആ ഒരു സമയം നമുക്ക് പറയാൻ കിട്ടിയെന്ന് വരില്ല, എന്തൊക്കെയോ അറിയാം, പക്ഷേ എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ പറയാനായിട്ട് അറിയില്ല. അപ്പോൾ അതുപോലെ കമ്പ്യൂട്ടർ എന്താണെന്ന് ചോദിച്ചിരുന്നു. എന്താണ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം എന്നാൽ എന്താണ്, അത് എങ്ങനെ ഒരു 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം.
സീറോയുടെ പ്രത്യേകതകൾ എന്താണ്, അതുപോലെ മാത്തമാറ്റിക്സിൽ ഇന്ത്യക്കാരുടെ സംഭാവന എന്താണ്, ലോ ഓഫ് എക്സ്പൊണൻസ് എന്താണ്, ഡിസ്ക്രിമിനൻ്റ് നമ്മുടെ വിവേചകം അല്ലെ, b² - 4ac ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വിവേചകമാണ്. നമ്മൾ റൂട്ടുകളുടെ സ്വഭാവം പറയാനായിട്ടാണ് നമ്മൾ ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കുന്നത്. b² - 4ac നമ്മൾ ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കുമ്പോൾ >0 കിട്ടിയാൽ 2 റിയൽ റൂട്ട്സ് ഉണ്ടെന്ന് പറയും. =0 ആണെന്നുണ്ടെങ്കിൽ 2 റൂട്ടും സെയിം ആണ്, 2 റിയൽ റൂട്ട്സ് ആണ് പക്ഷെ അത് സെയിം ആണെന്ന് പറയും. b² - 4ac <0 ആണെന്നുണ്ടെങ്കിൽ ഇമാജിനറി റൂട്ട്സ് ആണെന്ന് പറയും. അതൊക്കെ ഡിസ്ക്രിമിനൻ്റ് വെച്ചാണ് പറയുന്നത്. അതുപോലെ ഫ്രാക്ഷൻസ് എന്താണ്, ഓൾജിബ്രയും ജോമെട്രിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, കോംപ്ലക്സ് നമ്പർ എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഡിസാസ്റ്റർ ആണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ലെസൺ പ്ലാൻ എങ്ങനെ എഴുതാം. ഇപ്പോൾ നമ്മുടെ മുണ്ടകൈ ചൂരൽമല ദുരന്തമൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുട്ടികൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരു ക്ലാസ്സിൽ എങ്ങനെ സിമുലേഷൻ പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പിന്നെ ഒരു ടീച്ചറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ കോഡ്സ് ചോദിച്ചതായിട്ടൊക്കെ അറിഞ്ഞു. അതെനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയാണെന്ന് തോന്നുന്നു. സ്വാമി വിവേകാനന്ദനും അതുപോലെ എഡ്യൂക്കേഷനിൽ ഗാന്ധിജിയുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചോദിച്ചിരുന്നു. സിമ്പത്തിയും എമ്പത്തിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്, പിന്നെ അലോഹ സംയുക്തങ്ങൾ ഏതാണ്. ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രി എടുത്തവരോട് അത് ചോദിക്കുന്നുണ്ട്. പീരിയോഡിക് ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. റയർ എർത്ത് മെറ്റൽസ് ഏതൊക്കെയാണ്, ഇനേർട്ട് ഗ്യാസസ് ഏതൊക്കെയാണ്, അതുപോലെ നമ്മുടെ സംക്രമണ മൂലകങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അസസ്മെൻറ്റ്, ഇവാലുവേഷൻ, മെഷർമെൻറ്റ് എന്തൊക്കെയാണ്, നമ്മുടെ ആ ഒരു സ്പെസിഫൈ ഇപ്പോൾ ഹോബിയൊക്കെ ആയിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ഹോബി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിച്ചില്ലെന്നാണ് അറിഞ്ഞത്. പക്ഷെ അങ്ങോട്ട് നമ്മുടെ മലപ്പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഹോബി റിലേറ്റഡ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വായനയും എഴുത്തും ഒക്കെ വെച്ചവരോട് ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ നാട്ടിലുള്ള എഴുത്തുകാരാണ്, പഴയ എഴുത്തുകാരൊക്കെയാണ്, പുതിയ എഴുത്തുകാരൊക്കെയാണ്, ശൈലികളിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതൊക്കെ ചോദിച്ചു. പിന്നെ അതുപോലെ നമ്മുടെ A+B² അല്ലേ, അപ്പോൾ തിലകൻ്റെ A+B² ആയിരിക്കും എല്ലാവർക്കും ഓർമ്മ വരുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ എക്സ്പാൻഷനും അതുപോലെ അതിൻ്റെ ഡെയിലി ലൈഫിലെ ആപ്ലിക്കേഷനും ചോദിക്കുന്നുണ്ട്. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ അങ്ങോട്ട് കൂടുതലും വടക്കോട്ടുള്ള ഇൻ്റർവ്യൂസിൽ അവിടുത്തെ നമ്മുടെ MLA ആരാണ്, വാർഡ് മെമ്പർ ആരാണ്, മുനിസിപ്പൽ ചെയർമാൻ ആരാണ്, ആ ഒരു നിയോജക മണ്ഡലത്തിലെ MP ആരാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു. പിന്നെ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഇപ്പോൾ പണം എന്നുള്ള കോൺസെപ്റ്റ് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പിന്നീട് ലെസൺ പ്ലാൻ അല്ലേ, ലെസൺ പ്ലാൻ കഴിഞ്ഞിട്ട് ആ ഒരു കാര്യം, ലെസൺ പ്ലാൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മലപ്പുറത്തുള്ള റൈറ്റേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ ഫുഡിനെ പറ്റിയൊക്കെ ചോദിച്ചിരുന്നു. എഡ്യൂക്കേഷൻ ഏജൻസി, കമ്മീഷനുകൾ, ഇതൊക്കെ അങ്ങോട്ടുള്ളതാണ് കേട്ടോ, മലപ്പുറത്തോട്ടൊക്കെയുള്ള ക്വസ്റ്റ്യനാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കോഴിക്കോടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് നോക്കാം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കോഴിക്കോട് ജില്ലയിലൊക്കെ ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കാം. പ്രൈമറി ക്ലാസ്സുകളുടെ സൈസ് അല്ലെ, അധ്യാപക വിദ്യാർത്ഥി റേഷ്യോ നമ്മൾ പറയുന്നുണ്ട് അല്ലേ, 30:1 ആണ് ആ ഒരു സൈസ് ചോദിച്ചു. പിന്നെ നമ്മുടെ ITEP എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, ChatGPT. പിന്നെ ജൂൺ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാണ്, ഇംഗ്ലീഷ് വൊക്കാബുലറി എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം, ദേശീയ തലത്തിൽ ടീച്ചർമാർക്കുള്ള സ്ഥാപനം എന്താണ് NCTE ആണ് അല്ലേ, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അത് ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നെ ദേശീയ തലത്തിൽ ടീച്ചർമാരുടെ നമ്മുടെ NPST, നമ്മുടെ NEP വന്നപ്പോൾ NPST പറയുന്നുണ്ട്. അപ്പോൾ അതും റിലേറ്റഡ് ആയിട്ട് ആ ഒരു ക്വസ്റ്റിന് നമുക്ക് ഉത്തരം കൊടുക്കാം. പിന്നെ എക്കോസിസ്റ്റം എന്താണ്, അതിൻ്റെ ടൈപ്സ്, അതൊക്കെ നമ്മുടെ നാച്ചുറൽ സയൻസ് മെയിനായിട്ട് എടുത്ത് അധ്യാപകരോട് ചോദിച്ചതാണ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം, അതുപോലെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഫഞ്ച് ചെയ്യുന്ന കിങ്ഡം ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ പെക്യുലിയാരിറ്റീസ് എന്തൊക്കെയാണ്, സാഹിത്യപരമായ പ്രവർത്തനങ്ങൾക്ക് സ്കൂളിലുള്ള ക്ലബിൻ്റെ പേര് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ എന്താണ്, സ്റ്റെം കൾച്ചർ, പിന്നെ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ചോദിച്ചിരുന്നു. ഇനി അടുത്ത് നമ്മുടെ സോളജി റിലേറ്റഡ് ആയിട്ട് RH ഫാക്ടർ, ബ്ലഡിൽ RH ഫാക്ടർ എന്താണ്, ഡിഫറെൻറ്റ് ബ്ലഡ് സെൽസ് എന്തൊക്കെയാണ്. പിന്നെ PT ഉഷ, ആ ഒരു സമയത്ത് നമ്മുടെ കോഴിക്കോട് പയ്യോളി ഭാഗത്തു നിന്നുള്ള ടീച്ചറിനോടായിരിക്കാം PT ഉഷയെ പറ്റി ചോദിച്ചു. ഓക്കെ, പിന്നെ നമ്മുടെ UP ക്ലാസ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ പ്രൊജക്റ്റ് ടോപ്പിക്കുകൾ പറയുക, പിന്നെ ഒരു പ്രൊജക്റ്റിന് എന്തൊക്കെ സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
പിന്നെ വേറെ കാര്യം, സ്കൂളിലെ PTA മീറ്റിങ്ങിന് വരാൻ പറ്റാത്ത പാരൻസിന് വേണ്ടിയിട്ട് അവരുള്ള പ്ലേസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പാരൻസ് ഒന്നിച്ചു കൂടാൻ പറ്റിയ സ്ഥലത്തെ മീറ്റിങ്ങിന് ആ ഒരു കാര്യം, അത് നമ്മുടെ കോർണർ PTA അതെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സാധാരണ നമുക്ക് കോർണർ PTA എന്താണ് എന്ന് ചോദിക്കുന്നതിന് പകരം ഡെഫിനിഷൻ പറഞ്ഞിട്ട് അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രേഡിംഗ് സിസ്റ്റം എന്താണ്, ഒരു ക്വാളിറ്റി, ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്താണ്, LSS USS എന്താണ്, പിന്നെ 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ലഡു 1 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള എത്ര ലഡു ആയി ഡിവൈഡ് ചെയ്യാം എന്നുള്ള ക്വസ്റ്റ്യൻ, അതിൻ്റെ വോളിയം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ലഡു ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ള എത്ര എണ്ണമാക്കി മാറ്റാം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലഡുവിൻ്റെ വോളിയം മാറുന്നില്ല അല്ലേ, സൈസല്ലേ മാറുന്നുള്ളൂ, അപ്പോൾ വോളിയം മാറുന്നില്ല. അപ്പോൾ എന്താണ് നമ്മൾ വോളിയം, വലിയ വോളിയത്തിനെ ചെറിയ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എന്താണ് അതിനുള്ള ഉത്തരം കിട്ടും. ഇപ്പോൾ നമ്മുടെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല 4/3πr³ ആണ്. ഇപ്പോൾ മുകളിലും 4/3πr³, താഴെയും 4/3πr³ വരും. നമ്മുടെ R എന്ന് പറയുന്നത് രണ്ടിലെയും വ്യത്യാസമാണ്. ഒന്നാമത്തേതിനെ നമുക്ക് R1 എന്നും രണ്ടാമത്തേത് R2 എന്നും കൊടുത്താലും 4/3π മുകളിലും താഴെയൊക്കെ ക്യാൻസൽ ആയിട്ട് പോയിട്ട് നമുക്ക് പിന്നെ R1³ ഡിവൈഡഡ് ബൈ R2³ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ R1 എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ഏറ്റവും വലിയ റേഡിയസ് ആണ് വരുന്നത്. അപ്പോൾ അത് 2 ആണ്. അപ്പോൾ 2നെ നമ്മൾ 3 പ്രാവശ്യം ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 2³ 8 കിട്ടും. താഴെ റേഡിയസ് 1 ആണ് വരുന്നത്. അപ്പോൾ എന്താണ് 1 × 1 × 1 1 തന്നെ വരും. അപ്പോൾ 8/1 8 എണ്ണമായിട്ട് മാറ്റാം അല്ലേ. അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് അത് നമുക്കങ്ങ് പറഞ്ഞു കൊടുക്കാം. ചിലപ്പോൾ മാത്സ് ആയിരിക്കാം ആ ഒരു ടീച്ചർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. പിന്നെ ബ്ലൂംസ് ടാക്സോണമി ഇല്ലേ, നമ്മുടെ ബ്ലൂംസ് ടാക്സോണമിയുടെ ഓർഡേഴ്സ്, നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അങ്ങനെയുള്ള ആ ഒരു കാര്യം. പിന്നെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ കൊമേഴ്സ് എടുത്തവരോട് ബാങ്കിങ് സിസ്റ്റത്തെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫ്രയർ ബാങ്കിങ് സിസ്റ്റം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രാഗ്മാറ്റിസം, സമ്പൂർണ്ണ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സമ്പൂർണ്ണ പോർട്ടലൊക്കെ വന്നല്ലോ, ആ ഒരു സമ്പൂർണ്ണ പോർട്ടലിനെ പറ്റി ചോദിച്ചു. പ്രാഗ്മാറ്റിസം എന്താണ്, എപ്പിസ്റ്റമോളജി എന്താണ്. നമ്മൾ ഫിലോസഫി ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു വേർഡ്സ് ഒക്കെയാണല്ലേ നമ്മൾ പഠിക്കുന്നത്, ആക്സിയോളജി, എപ്പിസ്റ്റമോളജി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ NPE 2020, അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി എങ്ങനെ അധ്യാപന മേഖലയിൽ ഇൻക്ലൂഡ് ചെയ്യാം, പിന്നെ വാട്ടർ അനാലിസിസിൻ്റെ സ്റ്റെപ്പ് എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അതൊക്കെ വാട്ടർ അനാലിസിസ് ഒക്കെ നമ്മുടെ ഫിസിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനാണ് വരുന്നത്, കെമിസ്ട്രി മെയിൻ ആയിട്ടുള്ളവർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഏറെക്കുറെ നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടൊന്നും ആരും ഭയപ്പെടണ്ട. നമ്മുടെ സബ്ജക്റ്റ് എന്താണോ അതിലൂന്നിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത് നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അതിനുള്ള ആൻസേഴ്സ് മാത്രം നിങ്ങൾ കണ്ടെത്താനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ ജനറലായിട്ട് വരുന്നതും, അല്ലാതെ ഫിസിക്സുകാരോട് ചോദിച്ചത് കേട്ടിട്ട് വാട്ടർ അനാലിസിസ് എന്താണ് അല്ലെങ്കിൽ ഫ്രയർ ബാങ്കിങ് സിസ്റ്റം എന്താണ് എന്നൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫോർ ആൻ ഇൻഫോ, നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ. ഇപ്പോൾ പലരും ഈ ഒരു വീഡിയോയിലൂടെയാണ് ക്വസ്റ്റ്യൻസ് അറിയുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് തന്നെ കേട്ടോ. ഞാൻ ഇത്തവണ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ പലരും ഈ ഒരു വീഡിയോയിലൂടെയാണ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്നത് എന്ന് മെസ്സേജ് ഇട്ടത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ച് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.